മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഘടകകക്ഷികളും എന്നുള്ളതാണ്. ഇതിനിടയിൽ നവമി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വി.ഡി. സതീശനൊപ്പം കുടുംബാംഗങ്ങളും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ ഘടകകക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കാത്തിരിക്കുകയാണ്. ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളും ഇതിനകം ചർച്ചയായിട്ടുണ്ട്. CB അനുമോദ് ചെയ്തു. അനുമോദ്, ലീഗ് പല നേതാക്കളും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശനാണ് അവരുടെ മനസ്സിൽ, സംശയമില്ല. ലീഗിന് സതീശൻ തന്നെയാണ് താല്പര്യം. KC വേണുഗോപാലിനോട് അവർക്കത്ര പ്രിയമില്ല. അത് പട നയിച്ചവൻ തന്നെ കേരളം നയിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ലീഗിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അത്തരം ചർച്ചകൾ ആ പാർട്ടിയിൽ സംഭവിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് UDF MLA-മാരിൽ ഒരാളാകണം മുഖ്യമന്ത്രി എന്ന നിലപാട് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. നേരത്തെ തന്നെ പരസ്യമായിട്ട് അത് പറഞ്ഞതുമാണ്. അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. വി.ഡി. സതീശനാണ് പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുപ്പിനെ മുഴുവൻ മുന്നിൽ നിന്ന് നയിച്ചത്. വി.ഡി. സതീശനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ലീഗിന്റെ ഈ നിലപാട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ചില പ്രതിസന്ധിയല്ല തീർത്തിരിക്കുന്നത്. പല സമവായങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ലീഗ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വി.ഡി. സതീശൻ തന്നെ വരണം എന്നുള്ളതാണ്. ഇനി അതല്ലാതെ ഈ ലീഗിന്റെ ഇത്രയും വലിയൊരു പ്രതിരോധമൊക്കെ മറികടന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ലീഗ് സ്വാഭാവികമായിട്ടും അതിനെ അംഗീകരിക്കും. കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ UDF-നുള്ളിൽ ഈ കാര്യങ്ങൾ ലീഗ് ഉന്നയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുസ്ലിം ലീഗ് ഈ ഒരു വലിയൊരു വിജയം നേടിയതിന്റെ തിളക്കം മുഴുവൻ കോൺഗ്രസിന്റെ പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും കാരണം നഷ്ടമായി എന്ന് തുറന്നടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോഴുള്ളത്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു മയപ്പെട്ട് സംസാരിച്ചത് ഒരുപക്ഷെ മുന്നണിയിൽ അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് കോൺഗ്രസിന്റെ ഈ സമീപനത്തിലും നിലപാടിലും ഒക്കെ. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്നലെ NSS-ന്റെ ഭാഗത്തുള്ള വിമർശനം കൂടി വന്നിരിക്കുന്നത്. NS-നോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അതൊരു സാമുദായിക സംഘടനയാണ്. സാമുദായിക സംഘടനകൾ പറയുന്ന കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല, അത് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന തരത്തിൽ ആണ് ലീഗിനുള്ളിലെ ഇക്കാര്യത്തിലൂടെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ NSS-നോട് പ്രതികരിക്കില്ല എന്ന നിലപാടാണ് ലീഗ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നേതാക്കൾ എന്താണെങ്കിലും മാധ്യമങ്ങൾ കാണും. മാധ്യമങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമാണ് ചോദ്യം വരും. അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ കണ്ടറിയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ഇന്ന് മുസ്ലിം ലീഗ് കാത്തിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയുള്ള ആ പ്രഖ്യാപനത്തിനായിട്ടാണ്. അത് അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ലാതെ മറ്റൊരു തീരുമാനം വന്നാലും ലീഗ് അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമോ എന്ന് പറയാനാകില്ല. മുന്നണിയുടെ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അവർ മുന്നണിക്കുള്ളിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. അത് UDF-ൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാവുന്ന ഒരു സാഹചര്യം തീർക്കുകയും ചെയ്യും. രഞ്ജിത്ത്, ലീഗ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.